നമുക്ക് എല്ലാവർക്കും അറിയാം, ഡോളർ ഒരു ഗ്ലോബൽ കറൻസി ആയി നിലനിൽക്കുന്നു. എന്നാൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം അതിന് എങ്ങനെ എതിർത്തുകയാണെന്ന് പലർക്കും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് $1 എന്നാൽ ഈ ഒരു സംഖ്യ നമ്മുടെ ദിനചര്യയെ എത്രമാത്രം ബാധിക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമോ? വസ്തുക്കളുടെ വില, യാത്ര, പഠനം, ജോലിസ്ഥലങ്ങളിലെ സബ്സിഡികൾ എന്നിവയ്ക്ക് ഇതിന് വലിയ ബാധകതയുണ്ട്. ഡോളർ രൂപ മാറ്റത്തിൻ്റെ കാരണങ്ങൾ. ഡോളറിൻ്റെ ശക്തിയും രൂപയുടെ മൂല്യവും നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങൾ ചിലത് ഇങ്ങനെയാണ്. ഇമ്പോർട്ടും എക്സ്പോർട്ടും. ഇന്ത്യ വലിയ തോതിൽ എണ്ണയും ഇലക്ട്രോണിക് സാധനങ്ങളും ഇറക്കുമതി ചെയ്യുന്നു. ഡോളർ ശക്തമാകുമ്പോൾ ഈ സാധനങ്ങളുടെ വില ഉയരും. എന്നാൽ ഇന്ത്യയുടെ IT കമ്പനികൾക്ക് കയറ്റുമതി വഴി ലഭിക്കുന്ന ഡോളർ രൂപയിലേക്ക് പരിഭാഷപ്പെടുത്തിയെടുത്താൽ ലാഭം കൂടും. ഇതിൽ 2 മൂല്യസ്രോതസ് നിരക്കുകൾ. ഡോളർ ശക്തമായാൽ വിദേശ നിക്ഷേപകർ ഇന്ത്യയിലേക്ക് എത്താം. അതുവഴി വിപണിയിൽ സ്വാധീനം ചെലുത്തും. RBI പലപ്പോഴും രൂപ സംരക്ഷിക്കാൻ പല നടപടികളും സ്വീകരിക്കുന്നു. ഇതിൽ 3 ആഗോള ഘടകങ്ങൾ. US സാമ്പത്തിക സ്ഥിതി, മഹാമാരി, യുദ്ധങ്ങൾ എന്നിവയും രൂപയുടെ മൂല്യത്തെ സ്വാധീനിക്കുന്നു. ഉദാഹരണത്തിന് കോവിഡ് സമയത്ത് ഡോളർ ശക്തമായപ്പോൾ രൂപ കുറവായി. ദൈനംദിന ജീവിതത്തിൽ ബാധിക്കുന്നത്. ഡോളറിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് എത്തി എന്ന് തോന്നുന്നു. ഇതിൻ്റെ പരിണാമമായി പെട്രോൾ, ഡീസൽ വിലകൾ ഉയരും. മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും എന്നിവ വില കൂടുന്നു. വിദേശത്ത് പഠന ചെലവുകൾ ഉയരും. യാത്രാ ചെലവുകൾ കൂടും. എന്നാൽ IT കയറ്റുമതി സ്ഥാപനങ്ങൾക്ക് ലാഭം നൽകും. ജോലികൾ മെച്ചപ്പെടും. കേസുകൾ, ഉദാഹരണങ്ങൾ. ഒരു കുടുംബം iPhone വാങ്ങുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ 10,000 കൂടുതൽ ചെലവാക്കുന്നു. ഒരു വിദ്യാർത്ഥിക്ക് വിദേശ പഠനം ഫീസ് വർദ്ധിച്ചിരിക്കുന്നു. IT കമ്പനികൾക്ക് കയറ്റുമതി മൂലം കൂടുതൽ ലാഭം. ഇവിടെയുള്ള ഓരോ കഥയും ഡോളറിൻ്റെ ശക്തിയും രൂപയുടെ മൂല്യവും എങ്ങനെ നമ്മൾ ബാധിക്കുന്നുവെന്ന് തെളിയിക്കുന്നു. ഇതേ തുടർന്ന് ഇന്ത്യക്ക് എങ്ങനെ നിയന്ത്രിക്കാം? സർക്കാർ നയങ്ങൾ, RBI നടപടികൾ എന്നിവ രൂപ നിലനിർത്താൻ സഹായിക്കുന്നു. സാധാരണ ജനങ്ങൾക്കായി സാധനങ്ങൾ സ്ഥാനീയമായി വാങ്ങുക. ബഡ്ജറ്റ് മാനേജ്മെൻറ്റ്. നിക്ഷേപങ്ങൾ സൂക്ഷ്മമായി തിരഞ്ഞെടുക്കുക. ഡോളർ ശക്തമായാൽ രൂപയുടെ മൂല്യം കുറഞ്ഞു. സാധനങ്ങൾ, യാത്ര, പഠനം എന്നിവയ്ക്ക് ചിലവ് കൂടുന്നു. എന്നാൽ IT കയറ്റുമതി മേഖലകൾക്ക് ഗുണം. അടുത്ത തവണ പെട്രോൾ, ഭക്ഷ്യവസ്തു, യാത്രാ ചിലവാകുമ്പോൾ ഡോളറിൻ്റെ സ്വാധീനം നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ഓർത്തു നോക്കുക. ഡോളറിൻ്റെയും രൂപയുടെയും ഈ പൊരുത്തം നമ്മുടെ എല്ലാം ജീവിതത്തെയും സ്വാധീനിക്കുന്നു. എത്ര കഠിനമായാലും ഈ സ്ഥിതി നിയന്ത്രിക്കാനും മുന്നറിയിപ്പ് കാണാനും നമുക്ക് സാധ്യതയുണ്ട്. ബോധമുള്ള ഉപഭോക്താക്കളായി, അറിവുള്ള നിക്ഷേപകരായി നമുക്ക് പണം സംരക്ഷിക്കുകയും വിലയുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാം. ഡോളറിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് മനസ്സിലായാൽ നമ്മുടെ സാമ്പത്തിക ജീവിതം കൂടുതൽ സുരക്ഷിതവും സുസ്ഥിരവുമാകും.